അടുത്ത മാസം റിലീസാവുന്ന ഒരു അപാര കല്യാണ വിശേഷം എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്കാരം, എൻ്റെ പേര് ഹരികുമാർ ഹരേറാം. ചെറുതും വലുതുമായിട്ട് ഒരു 10-12ഓളം പടങ്ങൾ ഇങ്ങനെ മലയാളത്തിലും മറ്റു ഭാഷകളും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ് ഈ ഒരപാര കല്യാണ വിശേഷം എന്ന് പറയുന്ന സിനിമ. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ, ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഈ സിനിമയുടെ കൂടെയുള്ള ആളാണ് ഞാൻ. ഈ കഥ, ഈ ഒരു സിനിമയെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയം മുതൽ തന്നെ ഡയറക്ടർ, കാരണം എനിക്കൊന്ന് നേരത്തെ ഞാനും ഈ ഡയറക്ടറും ശ്രീ അനീഷ് പുത്തമ്പുര എന്ന് പറയുന്ന ഡയറക്ടർ പേര്, അദ്ദേഹം ഞാനും കൂടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഓഫ് ബീറ്റ് ഒരു പരിസ്ഥിതി സിനിമ ഉണ്ടായിരുന്നു, അതിന് ഞാനായിരുന്നു സംഗീതം. ആ ഒരു ബന്ധത്തിൽ തന്നെ ഈ സിനിമയുടെ ആലോചന ആ സമയത്ത് തന്നെ എന്നെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പം വളരെ വ്യത്യസ്തമായ, വളരെ മനോഹരമായ, എന്നാൽ അതേസമയം തന്നെ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയം. കാരണം ഒരു സിനിമ, നമ്മളുടെ ഒരു മീഡിയ, ഒരു സമൂഹത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ആനുകാലികമായിട്ടുള്ളൊരു വിഷയം അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ കേരളത്തിൽ, മലബാറിലാണെങ്കിൽ കൂടി കേരളത്തിൽ മൊത്തമുള്ളൊരു വിഷയമാണിത്. കാരണം വിവാഹ കമ്പോളവും ചെറുപ്പക്കാരുടെ ചില ബുദ്ധിമുട്ടുകളും പെണ്ണ് കിട്ടാത്ത വിഷയങ്ങളും അത് മൊത്തത്തിൽ നമ്മൾ അനുഭവിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെ അതിൻ്റെ പ്രസക്തി ഒട്ടും ചോർന്നു പോകാതെ എന്നാൽ വളരെ കോമഡി, വളരെ നർമ്മത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒരു കീഴിലുള്ള അനീഷ് പുത്തമ്പുര ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ചെയ്തൊരു പടമാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ടൈറ്റിലാണ്, ഒരു അപാര കല്യാണ വിശേഷം. എന്താണ് ആ ഒരു ടൈറ്റിൽ? അതിലൊരു ഇൻവെർട്ടഡ് കോമന്റ്, ഒരു പാര എന്ന് പറഞ്ഞിട്ട്, അത് ഒരു അപാര എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാര കല്യാണ വിശേഷം എന്ന്. കാരണം ഒരു കല്യാണം വലിയൊരു എന്താ പറയുക, ഒരു പാരയാവുന്ന ഒരു അവസ്ഥയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക്. കാരണം നമ്മൾ ചുറ്റും കാണുന്ന ഒരു ജീവിതം തന്നെയാണ്. അപ്പം അതിനെ നമ്മൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമ. വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു സിനിമ ആവശ്യപ്പെടുന്ന പാട്ടുകൾ സംഗീതം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ഏത് തരത്തിലുള്ള സിനിമയായാലും ആ സിനിമയ്ക്ക് അനുയോജ്യമായ, ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ അതങ്ങനെ കൊടുക്കാൻ അതിന് പരമാവധി നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസം. ഒരു പാട്ട് റിലീസായിട്ടുള്ളൂ? ഒരു പാട്ടേ റിലീസായിട്ടുള്ളൂ. 3 പാട്ടുകളാണ്. ഇപ്പോൾ ജാസി ഗിഫ്റ്റ് പാടിയ ഒരു പാട്ടാണ് റിലീസായിട്ടുള്ളത്. ഇനി റിലീസ് ചെയ്യാനുള്ളത് പിന്നെ മൃദുല വാര്യരും സുനിൽ കുമാറും ചേർന്ന് പാടിയൊരു പ്രണയ ഗാനമുണ്ട്, ഒരു ഡ്യുവറ്റ് സോങ് ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികളാണ് അതിൻ്റെ ടൈറ്റിൽ സോങ്സ് പാടിയിട്ടുള്ളത്. നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ വന്നിട്ടുള്ള തേജസും പിന്നെ ഒരു ശ്രീഗോപിക എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി. ഈ 2 കുട്ടികളും ചേർന്ന് പാടിയ ഒരു ടൈറ്റിൽ സോങ്ങുമാണ് ഇതിലുള്ളത്. ഈ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ശ്രീ പ്രമോദ് വെള്ളച്ചാൽ, അതുപോലെ പ്രേംദാസ് ഇരുവള്ളൂർ എന്ന് പറഞ്ഞ 2 കവികളാണ്. ഈ സിനിമയിൽ 2 വരി ഒന്ന് നമുക്ക് വേണമെങ്കിൽ പാടാം. നിൻമൊഴികൾ വേണുഗാനമാ എന്നുയിരിൽ ആർദ്രഗീതമായി ദേവദാരു പൂക്കുമീ ശ്രാവണപ്പൂവാടിയിൽ വരൂ ഗായക. അത് മെലഡി സോങ്ങിന്റെ ഒരു ചെറിയ പോർഷനാണ്. അത് റിലീസായിട്ടില്ല, അതിനി റിലീസാവാനിരിക്കുന്ന ഡ്യുവറ്റ് സോങ്ങിന്റെ ഭാഗമാണ്. പിന്നെ ഇപ്പൊ റിലീസായത് മാനസപ്പൂങ്കാവനത്തിൽ എന്ന് പറഞ്ഞുള്ള ജാസി ഗിഫ്റ്റിന്റെ ഒരു പാട്ടാണ്. അതിൽ സപ്പോർട്ട് ചെയ്ത് ഞാനും പാടിയിട്ടുണ്ട്. മാനസപ്പൂങ്കാവനത്തിൽ മധുമതി ചന്ദ്രിക പോൽ മന്മഥന്റെ ചിറകിലേറി പ്രേമ സഖി വരുമോ നീ, അതാണ് ജാസി പാടിയിട്ടുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ജാസി ബാംഗ്ലൂരിൽ വെച്ചാണ് ജാസി ഗിഫ്റ്റ് പാടി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അന്ന് ഞാൻ കമ്പോസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലാണ്. ഞാൻ ഒരു 2012 മുതൽ വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, എറണാകുളത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം പിന്നെ അങ്ങോട്ട് അവിടെ തന്നെയായിരുന്നു. പിന്നെ അടുത്താണ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നിട്ടുള്ളത്, കുറച്ച് അന്യഭാഷാ വർക്കുകളൊക്കെ ആയിട്ട്. അപ്പം ജാസി ഗിഫ്റ്റ് വളരെ വളരെ മനോഹരമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഞങ്ങൾക്ക് പാടി തന്നൊരു പാട്ടാണ്. അദ്ദേഹം ബാംഗ്ലൂർ രേണു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഡ്യുവറ്റ് സോങ് മൃദുലയും സുനിൽ കുമാറും അത് ഇവിടെ എറണാകുളത്ത് തന്നെ റെക്കോർഡ് ചെയ്തു. പിന്നെ കുട്ടികളുടെ പാട്ട് കോഴിക്കോട് നിന്നാണ്.